എല്ലാ ദേവദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ വചനം ശുശ്രൂഷിക്കുന്ന ബിനു പാസ്റ്ററെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ എല്ലാം സഭയിലെ വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം നമുക്ക് സന്ധ്യാവേളയിൽ ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം ഒരുക്കി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിശ്ചലമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി തിരുവചനം ശുശ്രൂഷിക്കുന്ന കർത്താവൻദാസൻ ബിനു രാജാക്കാട്, അദ്ദേഹം ഈ പ്ലസ് മീഡിയയുടെ തുടക്കം മുതലുള്ള ഒരു കർത്തൃദാസനാണ്. ഇടക്കാലം കൊണ്ട് കയറുവാനായിട്ടും മറ്റ് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് കയറാൻ കഴിഞ്ഞില്ല. എങ്കിലും പൂർവാധികമാകുന്ന ശക്തിയോട് തിരിച്ചു വന്നിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നന്ദിയോട് സ്തോത്രം. ഒരുപാട് ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ, ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. സഭയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കാറുണ്ട്. പിന്നെ അവരെല്ലാം ഓരോ സഭകളും തിരക്കുകളും ഒക്കെ ആ നിലകളിൽ അവർക്കായതുകൊണ്ട്, പ്രത്യേകിച്ച് ഞായറാഴ്ചയൊക്കെ ദേവദാസന്മാർക്ക് ചിലപ്പോൾ ഈവനിങ്ങിലൊക്കെ വിസിറ്റിങ്ങിന് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് പല പ്രിയപ്പെട്ടവർക്കും ഇതിനകത്ത് സംബന്ധിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ കാലങ്ങളായിട്ട് ഈ നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ള ആളുകൾ മീറ്റിംഗ് സംബന്ധിക്കാൻ കഴിയാതെ ആയിരിക്കുന്ന കുറെ ആളുകളെ റിമൂവ് ചെയ്തും കളഞ്ഞു. കാരണം ഈ മെസ്സേജ് എല്ലാം ചുമ്മാ അവരുടെ ഫോണിലോട്ട് ചെന്ന് അതെല്ലാം കൂടെ ഫോണ് കാണാകുന്നതിനേക്കാൾ നല്ലത് അങ്ങനെയുള്ളവരെയൊക്കെ അങ്ങനെ ഒഴിവാക്കി. അങ്ങനെ സ്തോത്രം. എങ്കിലും ഓരോക്കെ ആയിട്ട് ബന്ധങ്ങളും എല്ലാം ഉണ്ട്, അല്ലാതെ ഒരു പിണക്കോ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചൊന്നുമില്ല. സ്തോത്രം. സൗഹൃദപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എങ്കിലും രാത്രിയിൽ വചനം സൂക്ഷിക്കുന്ന ബിനു രാജാക്കാട് പാസ്റ്റർ, ഞങ്ങൾ ഒരുമിച്ച് തിരുവചനം നമ്മുടെ മലപ്പുറം നിലമ്പൂര് ഞങ്ങൾ ഒരുമിച്ച് തിരുവചനം പഠിച്ച ദേവദാസനാണ്. വിജയകരമായിട്ട് 1-2 കോഴിക്കോടിലൊക്കെ പഠിച്ച് ഇപ്പോൾ അദ്ദേഹം മാമലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വിലയോടുള്ള ബന്ധത്തിൽ ന്യൂ ഇന്ത്യ സഭയുടെ ചർച്ചിലെ ശുശ്രൂഷകനായിട്ട് 10 കുടുംബങ്ങളോളം ഉണ്ട്. സ്തോത്രം. അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. മാതാവ്, അവരുടെയൊക്കെ ഒരു ചെറുപ്രായത്തിൽ തന്നെ മാതാവ് വഴിയായി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അതുപോലെ പിതാവും ചില വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ അപ്പനും അമ്മയും ഇല്ല. എങ്കിലും അനുഗ്രഹിക്കപ്പെട്ട ഭാര്യ, ഒരു കുഞ്ഞ്, ഒരു അനുഗ്രഹീതമായ നിലയിൽ രാജാക്കാട് നല്ല വീടൊക്കെ പണിയുവാൻ ദൈവം അവർക്ക് ഭാഗ്യം കൊടുത്തു. എന്നാൽ ഞങ്ങളിൽ പലർക്കും സ്വന്തമായി വീടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ദേവദാസന് നല്ലൊരു വീട് കർത്താവ് ആ ദേശത്ത് ഒരുക്കി കൊടുത്തു. അതോർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് രാജാക്കാട് ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കും. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ദാസൻ സനോജ് പാസ്റ്റർ, ഇവിടെ ആയിരിക്കുന്ന രാജൻ പാസ്റ്റർ, രാജേഷ് പാസ്റ്റർ, ഷിജു പാസ്റ്റർ, റോബിൻസൺ പാസ്റ്റർ, ബാക്കിയുള്ളവരൊക്കെ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ദൈവവചനം ഒന്നിച്ച് പഠിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ആ ഒരു ബന്ധം ഇന്നും പുലർത്തിക്കൊണ്ട് വരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എനിക്ക് ആത്മീയ ബന്ധങ്ങൾ മാത്രമാണ് എനിക്ക് സ്ഥിരമായിട്ടൊരു ബന്ധമുള്ളൂ. സ്വന്തം നാട്ടിൽ പോലും അത്രമാത്രം ബന്ധമില്ലെന്ന് വേണമെങ്കിൽ പറയാം. ബൈബിൾ കോളേജിൽ പഠിച്ച പല സഹോദരന്മാരുണ്ട്, അവരായിട്ട് എല്ലാവരുമായിട്ട് ബന്ധമില്ലെന്നല്ല. പക്ഷേ ഞാനും സനോജ് പാസ്റ്ററൊക്കെ എന്ന് പറയുന്നത് ചേട്ടനനിയും ബന്ധം പോലെ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ബന്ധമാണ്. പ്ലസ് മീഡിയയിൽ പലപ്പോഴും കടന്നു വരാൻ സാധിക്കുന്നില്ല. കർത്താവൻ
ഇന്നലെ വൈകുന്നേരം എന്നോട് പറഞ്ഞപ്പോൾ അപ്പോൾ ഇന്നത്തെ വിസിറ്റിംഗ് പരിപാടി ഒഴിവാക്കി നേരത്തെ വരാൻ തീരുമാനിച്ച് അങ്ങനെ വരുവാൻ. സാധാരണ 7-7:30 ആകുമ്പോഴാണ് വരാറുള്ളത്. അപ്പം ഭവനത്തിലേക്ക് ഞങ്ങൾ ഇടയ്ക്ക് വന്നും പോയി നിന്നുള്ള കർത്താവിന്റെ വേലയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംരംഭം പലപ്പോഴും ഇതിനകത്ത് സംബന്ധിക്കാൻ പറ്റുന്നില്ലെന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ കഴിവതും സംബന്ധിക്കുവാൻ ദൈവസന്നിധിയിൽ ആശ്രയിക്കുകയും ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവ് നമ്മളെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്ന് ആരാധനയ്ക്ക് ശേഷം വീണ്ടും 2 ആരാധന കൂടുന്ന ഒരു കൂട്ടമായി ദൈവം നമ്മളെ വീണ്ടും യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വേറെ സ്ഥലത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ലെങ്കിലും പ്രാരംഭ ദശയിലൊക്കെ സങ്കീർത്തന പ്രബോധനവും മെസ്സേജുമായിരുന്നു. ഇപ്പൊ മെസ്സേജ് മാത്രം ഉള്ളെന്ന് തോന്നുന്നു. സ്തോത്രം. എന്നാലും ദൈവം നമ്മളെ ഈ കൂട്ടായ്മയിൽ ദൈവം ബലപ്പെടുത്തട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആത്മീയ പിന്തുണയും ആത്മീയ കൂട്ടായ്മയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അത് നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ വലിയവനായ ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. അല്പസമയം ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ നമുക്ക് ചെല്ലാം. ചെറിയ ഒരു ചിന്ത പറഞ്ഞ് എൻ്റെ ഈ ഒരു ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 3-ാമത്തെ അതിന്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയാൽ ഉണർന്നുമിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയാൽ ഉണർന്നുമിരിക്കുന്നു. ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവൻ ആത്മാഭിമാനത്തോടെ വിളിച്ചു പറയുവാൻ കഴിയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം അല്ലെങ്കിൽ ഒരാശയമാണ് നമ്മളിവിടെ വായിക്കാൻ കഴിയുന്നത്. ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദാവീദിന്റെ ജീവിതത്തിൽ തന്റെ മകനായ അബ്ശലോം ദാവീദിനെതിരെ പ്രവർത്തിക്കുകയും ദാവീദിനെതിരെ മറ്റ് മന്ത്രിമാരെയും രാജ്യത്തിലെ മറ്റ് അധികാരികളും ആലോചനക്കാരുമായൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ദാവീദിനെ ഒരു കഴിവില്ലാത്തവനായ നിലവാരത്തിലേക്ക്, അവന് കിട്ടിയ അധികാരത്തെ, അവന് കിട്ടിയ അഭിഷേകത്തെ ചോദ്യം ചെയ്യുന്ന നിലവാരത്തിലേക്ക്, ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളും കഷ്ടങ്ങളും അനുഭവിക്കേണ്ട ഒരു വലിയ സങ്കീർണമായ പ്രശ്നത്തിന്റെ നടുവില് ഭക്തൻ ഇപ്രകാരം വിളിച്ചു പറയുകയാണ്: ഞാൻ കിടന്നുറങ്ങിയാൽ യഹോവ എന്നെ താങ്ങിയാൽ ഞാൻ ഉണർന്നിരിക്കും. യഹോവ എന്നെ താങ്ങിയത് കൊണ്ട് ഞാൻ കിടന്നുറങ്ങി. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചേതനേറ്റ ശരീരമായിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നതെങ്കിൽ നമ്മൾ അതുവരെയും അധ്വാനിച്ചതും പ്രവർത്തിച്ചതും എല്ലാം ആ ഒരു ദിവസം കൊണ്ട് തീർന്നു പോകുകയാണ്. അപ്പോൾ നാം എന്ന വ്യക്തി ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മളെക്കുറിച്ച് ദൈവികമായ പദ്ധതികൾ നമുക്ക് വേണ്ടി ദൈവം ചെയ്യും എന്നുള്ളതൊരു വാസ്തവമാണ്. എന്നാൽ ദാവീദ് ആ ഒരു ചിന്താഗതിക്ക് അപ്പുറത്തെ കാര്യമാണ് ദാവീദിന്റെ നമുക്ക് കാണാൻ പറ്റും. സ്വന്തം പുത്രൻ തനിക്ക് വിരോധമായി അധികാരികളെയും കൂട്ടിക്കൊണ്ട്
പ്രവർത്തിക്കുന്ന ഒരു രസപരമായ നീക്കമാണ് തുടക്കം. എന്നാൽ ദൈവത്തിന്റെ അഭിഷേകം നിലനിൽക്കുന്നത് കൊണ്ട് അവന് തൽക്കാലം എതിർപ്പും ശത്രുക്കളും നിരവധിയായി തന്റെ ജീവിതത്തിലുണ്ട് എന്നാണ് ഒരു ഭക്തൻ ഇവിടെ പറയുന്നത്. സ്തോത്രം. നമ്മുടെ നിരവധിയായ നമ്മുടെ സഭകളിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ അയൽക്കാരുടെ ഇടയിൽ നിന്നും നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും നമ്മളുടെ നേരെ അപമാനങ്ങളും അതുപോലെ നമ്മളെ വ്രണപ്പെടുത്തുന്ന നിലവാരത്തിലേക്ക്, നമ്മുടെ കണ്ണുനീർ വീഴുന്ന നിലവാരത്തിലേക്ക് ആളുകൾ നാം ദുഷിക്കുമ്പോഴും നമ്മളെ നിന്നുമ്പോഴും നമ്മളൊരു പ്രയാസപാത്രമായി നിൽക്കുമ്പോഴും ദൈവം ഒരു അഭിഷേകം തന്നിട്ടുണ്ടെങ്കിൽ ആ അഭിഷേകത്തിന് ശക്തിക്ക് തകർത്ത് കളയുവാൻ സാധിക്കത്തില്ല. ഇതിന്റെ ഒന്നാമത്തെ നമ്മൾ വൈരികൾ നിരവധി ഇരിക്കുന്നു. ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അവൻ രക്ഷിക്കും എന്നൊക്കെ പറയണം. പറയുന്ന വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് കിടന്നു. നാം ഒന്നാലോചിക്കണം. പലപ്പോഴും നോക്കി ശുശ്രൂഷിക്കുമ്പോൾ വേദനയുടെയും ചോദ്യം ചെയ്യുകയും അമ്മ ഒരു വേദനയാത്ത നിലവാരത്തിലേക്ക് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ജനത നമ്മുടെ എതിർപ്പായിട്ടുണ്ടാകും. എന്നാൽ അവരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ആ അഭിഷേകം നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട് നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ അഭിഷക്തൻ എന്ത് ചെയ്യുന്നു? അവൻ കിടന്നുറങ്ങും. പ്രതികൂലങ്ങൾ നേരിട്ട് വരട്ടെ. ലോകമനുഷ്യനെ പോലെ ടെൻഷൻ അടിച്ച് രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടക്കുന്ന ഒരു മനുഷ്യനല്ല അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ പുരുഷനായ ദാവീദ്. നമ്മുടെ ശുദ്ധാത്മാവിനാൽ നാം അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. നമ്മുടെ മേല് ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് ഭയക്കുന്നവനല്ല യഥാർത്ഥ ഭക്തൻ. പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് അതിന്റെ നേരെ നിന്നുകൊണ്ട് സമാധാനത്തോടെ, അതാണ് സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കും. ദൈവം വസിക്കുമാറാക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേറെ ഒന്നിനും നമുക്കേത് ശത്രു ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കറിയാം എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നമുക്ക് ജഡരക്തങ്ങളോടല്ല പോരാട്ടമുള്ളത്, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോക മണ്ഡലത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ നമുക്ക് പോരാട്ടമുള്ളത്. നമ്മുടെ ആത്മീയപരമായ ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി നമ്മുടെ മേലുണ്ട്. ആ ദൈവികമായ ധർമ്മമുണ്ട്, ആ ദൈവികമായ ശുശ്രൂഷയുണ്ട്. ഈ ശുശ്രൂഷയെ തകർത്ത് കളയുവാൻ ശത്രുവായവൻ ഈ ലോകത്തിലെ മനുഷ്യരെ നമ്മുടെ മേൽ ആയുധമായി എടുക്കും. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നത്, പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മൾ അറിയാത്തവരല്ലോ. പിശാച് നമ്മളെ തകർത്ത് ക്ഷണിപ്പിച്ചു കളയാൻ, നമ്മൾ ത്യജിച്ചു കളയുവാൻ, എന്താണ് ഈ ശുശ്രൂഷയ്ക്ക് നിലനിൽക്കുന്നത്, എന്തിനാണ് ഞാൻ ഈ ഏറെ ഏതെങ്കിലും
പോയേക്കാം, ഇല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞേക്കാം. നമ്മുടെ സഭയിലെ നമ്മുടെ എന്ന് പൗലോസ് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു വിശ്വാസിയായി ആ കുടുംബമാണ് സാത്താൻ ആദ്യം ശ്രമിക്കുന്നത്. ഒരു കുടുംബത്തിൽ അവരുടെ സമൂഹത്തിലുള്ളവർ എല്ലാവരും അത് കർത്താവിന് അപവാദമുണ്ടാകാൻ ദൈവത്തിന്റെ താൻ ദൈവത്തിന് ഹിതമല്ലാത്ത പാപത്തിലേക്ക് ദാവീദ് പോകാൻ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒരു കുടുംബ ജീവിതത്തെയാണ് പ്രാരംഭം ചിന്ത ചെയ്യുന്നത്. അവൻ തന്ത്രങ്ങൾ പ്രയോഗിക്കും. ഇവിടെ ജയം നേടിയാൽ ഒരു സഭയിലെത്തിയ ഉണ്ടാക്കാൻ കഴിയും. ഇത് സഭയിലാണെന്നും പക്ഷെ ആളുകളെ ഇതിനു മുമ്പിരുന്ന പാസ്റ്റർ അപ്പൊ അവിടെയുള്ള ചില വചനങ്ങൾക്ക് അറിയാതെ വിശ്വാസിയോട് ചോദിച്ചു, പാസ്റ്റർ ഇവര് രക്ഷിക്കപ്പെടാതെ എന്തിനാണ് ഈ സ്നാനപ്പെടുന്നത്? അപ്പോൾ ആ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, സ്നാനപ്പെട്ട് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം ശരിയായിക്കോളും. പണ്ട് നമ്മുടെ നാട്ടിലെ കാർന്നോന്മാര് പറയുന്നത് പോലെ കള്ളുകുടിയെ പിടിച്ച് പെണ്ണ് കെട്ടിക്കും, പെണ്ണ് കെട്ടുമ്പോ എല്ലാം ഇതാവും, ചിലവും വീട്ടവും ഒക്കെ നോക്കണല്ലോ. നോക്കിക്കേ, യഥാർത്ഥ രക്ഷ വരാതെ സ്നാനപ്പെടുത്തിയിട്ട ദൈവമക്കൾ നിൽക്കുന്ന സഭകളിലുമുണ്ട്. ഈ യഥാർത്ഥമായ രക്ഷിപ്പും രക്ഷ പ്രാപിക്കാത്തത് കൊണ്ടും ദൈവസ്നേഹത്തിന്റെ സൗണ്ട് ക്ലിയർ ആകുന്നു. സൗണ്ട് കുറവാണോ? നെറ്റിന് പ്രോബ്ലം. വീഡിയോ ഓഫ് ചെയ്ത് പ്രശ്നം ചോദിക്കുക. വീഡിയോ ഓഫ് ചെയ്തിട്ട് അപ്പോൾ ദൈവത്തിന്റെ രക്ഷയുടെ യഥാർത്ഥമായ വശം മനസ്സിലാക്കാതെ അവരെ സ്നാനപ്പെടുത്തുകയും, അതായത് ചാവാത്ത ഒരു മനുഷ്യനെ ഒഴിച്ചിട്ടാലുള്ള അവസ്ഥ എന്താണോ ഞാൻ വചനം സംസാരിച്ച പേര് പറയത്തില്ല, അല്ല പേരും പറഞ്ഞിട്ടില്ല, ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, വചനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. സാക്ഷ്യം പറഞ്ഞപ്പോ എഴുന്നേറ്റ് പറഞ്ഞു എന്നെ ഉദ്ദേശിച്ചാണ്. അപ്പൊ നോക്കിക്കേ, അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ അപ്പൊ ദൈവക്കെതിരെ, നമ്മുടെ ശുശ്രൂഷക്കെതിരെ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ കുടുംബത്തെ എങ്ങനെ തകർത്ത് കളയാം, കുടുംബത്തിലുള്ള ദൈവസ്നേഹവും ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്ന ഈ കുടുംബത്തെ എങ്ങനെ ഛിദ്രമാക്കാമെന്നാണ് എന്ത് ചെയ്യുന്നത്, പിശാചിന്റെ തന്ത്രം ആദ്യം വെളിപ്പെട്ട് വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ളവർ ഈ സഭയിലേക്ക് വരുമ്പോൾ, ഇല്ലെങ്കിൽ പിശാചിനാൽ അകപ്പെട്ടു പോയ, അല്ലെങ്കിൽ ആ
പിശാചിന്റെ കെണിയിൽ അകപ്പെട്ടവർ സഭയിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവര് വീണ്ടും അവരിലൂടെ എന്ത് ചെയ്യുന്നു? സഭയിൽ ഐക്യതയും സമാധാനവും നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഈ പിശാച് എന്ത് ചെയ്യുന്നു? ഒരു കുടുംബത്തിൽ കയറി, അവിടുന്ന് സഭയിൽ കയറി, അവിടുന്ന് പിന്നെ പുറത്തേക്ക് ചാടും. ഈ പുറത്തേക്ക് ചാടുമ്പോഴാണ് ഞാൻ ദൈവത്തോട് സംസാരിച്ചു, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്റെ റൂമിൽ വന്ന് ദൈവത്തോട് സംസാരിച്ചു. എന്നെ കേൾക്കുമ്പോഴാണ് അറിയുന്നത് ആ ദൈവം പുള്ളി തന്നെയായിരുന്നു, അല്ലെ? നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടെ കേട്ടതാണ്. അപ്പൊ ദൈവം എന്റെ അടുക്കൽ വന്ന് സംസാരിച്ചു എന്ന് പറയുകയും സ്വന്തം റെക്കോർഡ് ചെയ്ത് സ്വന്തം സഭയിൽ വിളിച്ചു കാണിക്കുകയും ചെയ്തപ്പോൾ ആൾക്കാര് മണ്ടന്മാരാണെന്നാണോ പ്രതീക്ഷിച്ചത്? അല്ല. പ്രിയമുള്ള ദേവദാസൻ, എന്നോട് ചോദിച്ചു. അപ്പൊ അവര് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങള് ക്രിസ്ത്യാനി എന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ദൈവത്തോട് സംസാരിക്കുകയും സ്വന്തം സംസാരിക്കുകയും ചെയ്തിട്ട് യേശുവിന് അപവാദം വരുത്തുന്ന നിലവാരത്തിലേക്കാണ് ഈ പിശാചിന്റെ തന്ത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ അബ്ശലോമ് ദാവീദിനെ എങ്ങനെയെങ്കിലും ഈ അഭിഷേകത്തിൽ നിന്ന് ഇവനെ ഒന്ന് തകർക്കണം, ഇവന്റെ അഭിഷേകം ഇല്ലാതാക്കണം. ഇവന്റെ മേല് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന രാജാവെന്ന പദവിയെ എങ്ങനെയെങ്കിലും താഴെ ഇട്ടുകൊണ്ട് വരുമ്പോൾ കയറി സമൂഹത്തിൽ അത് യേശുവിന് അപവാദം വരുത്തുന്ന നിലവാരത്തിലേക്ക് ഇന്നത്തെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ള കർത്തദാസന്മാരെ, നമ്മൾ വളരെ സൂക്ഷിക്കണം. ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്. ദാവീദ് പറയുക, നമ്മൾ ആരെയും ഭയപ്പെടണ്ട. നമ്മുടെ ശുശ്രൂഷയോട് വാദിക്കുന്ന ഈ വാദം എന്നാന്ന് ചോദിച്ചാൽ, അത് പിശാച് നേരിട്ട് വന്നല്ല, നമ്മുടെ വിശ്വാസികളിലൂടെയും നമ്മുടെ സഹപ്രവർത്തകരിലൂടെയും ആയിരിക്കും. ദൈവം നമ്മളെ അഭിഷേകം ചെയ്തു വെച്ചിരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുവാൻ ഒരു ശക്തിക്കും അധികാരമില്ല. ചോദിച്ചാലും നമുക്ക് വിളിച്ചു പറയാൻ കഴിയണം. നിന്നെ പോലെ എത്ര പേര് എന്നേക്കാൾ വിളച്ചൽ കൊണ്ടുവന്നാലും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഞാൻ എന്ത് ചെയ്യും? ചെയ്തിട്ട് ഇവിടുന്ന് പോകത്തും. നാം പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് അവിടുത്തെ സഭയിൽ ഒരു സഹോദരി ദർശനം കണ്ടു. ഞാൻ അവിടെ നിൽക്കത്തില്ല. അങ്ങനെ ഇതൊക്കെ നമ്മൾ വിവേകത്തോടെ മനസ്സിലാക്കണം. ചോദ്യം ചെയ്യാനൊന്നും പോയില്ല, കാരണം പുള്ളിക്കാരെ വിളിച്ചിട്ടല്ലോ നമ്മൾ പോയേക്കണ്ടേ. അപ്പൊ ദൈവം നമ്മുടെ ശുശ്രൂഷയോടുള്ള വെല്ലുവിളിയാത്. അപ്പൊ ഇപ്പൊ 8-9 മാസം കഴിയാൻ പോവാണ്. അപ്പൊ നോക്കിക്കേ, ഇത്ര നാളും ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നേ? നിർത്തിയത്. അതാ ഞാൻ പറഞ്ഞത്, ദാവീദ് സന്തോഷത്തോടെ ഒരു കാര്യമായ, ഞാൻ കിടന്ന് ഉറങ്ങണമെങ്കിൽ നമ്മുടെ അരുമനാഥനായ കർത്താവിന്റെ ആ തണലിൽ മാത്രമാണ് നമുക്ക് ആശ്വാസമുള്ളൂ. ലോകം നമ്മളെ കുറ്റം വിധിക്കുമ്പോൾ, ലോകം നമ്മളെ പരിഹസിക്കുമ്പോൾ, പിശാചിനാൽ ബാധിക്കപ്പെട്ട മനുഷ്യർ നമ്മളെ കുറ്റം പറയുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ജാഗരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉറക്കമൊക്കെ ഉണ്ടാകും. അയ്യോ, എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള കാഴ്ചപ്പാടൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ നോക്കുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ പലവട്ടം പട്ടിണി, പലവട്ടം തടവ്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, കള്ള ചർച്ചക്കാരാലുള്ള ആപത്ത്, അതുപോലെ തന്നെ കാട്ടിലെ ആപത്ത്, നദിയിലെ ആപത്ത്, മൃഗങ്ങളാലുള്ള ആപത്ത്, സുവിശേഷ നിമിത്തം
നിമിത്തം ഏതൊക്കെ പ്രതിസന്ധികള് തന്റെ ജീവിതത്തിൽ കടന്നു വന്നു, മൃഗയുദ്ധം വരെയും ചെയ്തു. എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്ന് പിശാച് പൗലോസിനെ തകർത്ത് കളയുവാൻ ശ്രമിച്ചാലും പൗലോസിന് ഒരു കാര്യം അറിയാമായിരുന്നു: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ, എന്നെ ഒരു ശക്തിക്കും തകർത്ത് കളയുവാൻ സാധിക്കത്തില്ല. പത്മോസിന്റെ യോഹന്നാൻ അപ്പോസ്തലൻ പോയി കിടക്കുന്നു. അവനെ കൊത്തിപ്പറിക്കുവാൻ പറന്നു നടക്കുന്ന കഴുകന്മാർ, വിഷപ്പാമ്പുകൾ, അതുപോലെ തന്നെ വിഷം കൊണ്ട് നിറഞ്ഞതായ മറ്റ് പ്രാണികൾ, ശലഭങ്ങൾ, ഇതിന്റെ മുമ്പിൽ ജീവന് വേണ്ടി മറ്റ് ശിക്ഷ അനുഭവിക്കുന്നവർ ആ ജീവന് വേണ്ടി കൊതിച്ചുകൊണ്ട് ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ അവർ മറ്റു പല മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ, തിളച്ച എണ്ണയിലിട്ടാലും എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ഭക്തനാണ് യോഹന്നാൻ. നമ്മുടെ ജീവിതത്തിലും ശത്രു നമുക്ക് എരിയുന്ന, നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഏത് ആയുധമായിരുന്നാലും ആ ആയുധത്തെ തകച്ചുടയ്ക്കുവാൻ നമ്മുടെ കർത്താവിന് നമുക്ക് കഴിയും. ഇവിടെ ദാവീദ് പറയുന്നത്, 1000 ആളുകൾ എനിക്കെതിരെ വാളായിക്കൊള്ളട്ടെ, ഓക്കായിക്കൊള്ളട്ടെ, എനിക്ക് വിഷയം കടത്തും, ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ കിടന്നുറങ്ങും. ഞാൻ കിടന്നുറങ്ങും. ഇങ്ങനെ ഒരു ഭക്തന് മാത്രം പറയാൻ പറ്റത്തുള്ളൂ. ഒരു മാനുഷിക ഒരു വ്യക്തിക്ക് പോലും ഇങ്ങനെ പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. പൗലോസിന്റെ ചരിത്രങ്ങൾ പറയുന്നത്, പല സ്ഥലമുള്ള അവിടെ ഇല്ലാത്ത ജന്തുക്കളില്ല, പാമ്പിനെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത ഒരു ദ്വീപ്. അത് മാത്രമല്ല, അവിടെ കൊണ്ടുപോയിട്ടവൻ അന്ന് തന്നെ മരിച്ചു പോകുന്ന അവസ്ഥ. ഈ ഒരു അവസ്ഥയിലും ദൈവത്തോട് ഒരു ബന്ധം, വലിയൊരു ബന്ധം പുലർത്തിക്കൊണ്ട് എന്തൊക്കെ തന്റെ ശരീരത്തിൽ കൂടെ കയറി ഇറങ്ങിയാലും എന്റെ ദൈവത്തെയാണ് ഞാൻ നോക്കുന്നത്, അതുകൊണ്ട് ഈ കയറി വരുന്നതിനെ മറന്നുകൊണ്ട് ആ ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ഒരു ആത്മീയപരമായ വലിയ ബന്ധത്തെ പത്മോസിൽ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും ഈ ലോകത്തിൽ നമ്മളെ സാമ്പത്തികമായി തളർത്തുന്ന അന്ധകാരത്തിന്റെ മണ്ഡലമുണ്ട്. പിശാച് എന്ത് ചെയ്യും? ഈ ആഴ്ച എല്ലാ ദൈവമക്കളെ കൊണ്ടും ദശാംശമൊക്കെ തരിയിപ്പിക്കും, എന്നിട്ട് അടുത്ത മാസം ഒറ്റണോ അനക്കത്തില്ല, ആകമെല്ലാം പെട്ടു. ഇനിയിപ്പോ പാസ്റ്റർ വിശ്വാസികളെ ഇച്ചിരി ഒന്ന് അനുഗ്രഹിച്ച് ശുശ്രൂഷിച്ചില്ലെങ്കിൽ, ചില ഉപദേശമൊക്കെ കൂടി പോയാലേ ദശാംശമൊക്കെ എന്ത് ചെയ്യും? പുള്ളി അന്ന് കാണട്ടെ, ഞങ്ങളുടെ കാശം മേടിച്ചല്ലേ അല്ലേ പാസ്റ്റർ ഭക്ഷണം കഴിക്കുന്ന പുള്ളി നമ്മക്കിട്ട് എതിർ നിൽക്കുമോ? പ്രിയമുള്ളവരെ, പിശാചായവൻ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും? പല രീതിയിൽ പ്രവർത്തിക്കും. പക്ഷെ നാം തളർന്നു പോകരുത്. നമ്മളെ വിളിച്ചവനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമ്മളെ പുലർത്തും. ആരൊക്കെ എതിരെ നിന്നാലും ദൈവം അവനെ പിടിച്ചിരിക്കും. സ്തോത്രം. ഒരു ദിവസം ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് ഒരു അമ്മാമ്മയ്ക്ക് ആരാധിക്കാൻ അതിനു മുമ്പ് ഭയങ്കര ആരാധനയായിരുന്നു. ചാടി അങ്ങോട്ട് ആരാധിക്കുമായിരുന്നു. ഒരു ദിവസം ഉപദേശം കൂടി പോയപ്പോൾ പിറ്റേ ആഴ്ച വന്നപ്പോൾ എന്താണ് ആരാധന കുറവ്? ഞാൻ മിണ്ടാനൊന്നും ഒന്നും ചോദിക്കാനും പോയില്ല. പക്ഷെ അടുത്ത ആഴ്ച വന്നപ്പോൾ ആരാധിക്കാൻ പറ്റാതെ കൈ മുറിയാനിടയായിത്തു. അന്ന് ശരിക്കും ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ പുള്ളിക്കാരത്തേക്ക് ആരാധിക്കാൻ കൈയടിക്കാൻ പറ്റാത്ത അവസ്ഥയില്, കൈയടിച്ചാൽ കൈ വേദനിക്കും. പ്രിയമുള്ളവരെ, പല വേഷം കെട്ടും പിശാച് നമ്മുടെ സഭയിലെ ചില ആളുകളിൽ കൂടെ, രക്ഷിക്കപ്പെടാത്തവരിലൂടെ നമ്മുടെ
ശുശ്രൂഷയെ തകർത്ത് കളയുവാൻ ശ്രമിക്കും. സാമ്പത്തിക തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിന്മേൽ കൊണ്ടുപോയിടും. എന്നെ എന്തൊക്കെ ചെയ്താലും ആര് തന്നില്ലെങ്കിൽ ദൈവം നമ്മളെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ആ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് ദൈവവചനം പറയുമ്പോൾ ദൈവവചനത്തിന്റെ മുമ്പാകെ നമുക്കൊന്ന് താഴ്ത്തി സമർപ്പിക്കാം. സ്തോത്രം. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടണ്ട. സ്തോത്രം. അതുകൊണ്ടാണ് ദാവീദ് ഇത് മനസ്സിലാക്കി. ദാവീദ് ഒരു ആക്ടറായിരുന്നു. എന്നാൽ ഞാൻ ദാവീദിന്റെ അവന്റെ ജീവിതചരിത്രമല്ല പറയുന്നത്, ഒരു ചെറിയൊരു അനുഭവം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം. ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്നവനെ രാജാവാക്കിയത് ഹല്ലേലൂയ ദൈവത്തിന് അവനിൽ അവനെ ബോധിച്ചത് കൊണ്ടാണ്. ഇന്ന് നമ്മൾ ഇത്രയും വർഷം 10-20 വർഷം അല്ലെങ്കിൽ 15 വർഷത്തോളമായതോ നമ്മൾ ദൈവവേലയിലായിട്ട് ദൈവത്തിന് നമ്മളെ ഇഷ്ടമായതുകൊണ്ടാണ് ഈ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഇന്നും നമ്മൾ പാപത്തിലേക്ക് വീഴാതെ ദൈവനാമത്തിന് കളങ്കം വരുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ ജീവിതം താഴ്ന്നു പോകാതെ ദൈവം ഇന്നും നമ്മളെ നിർത്തിയിരിക്കുന്നത് നമ്മളെ വിശ്വസ്തന എന്ന് എണ്ണിക്കൊണ്ടാണ്. സ്തോത്രം. അതുകൊണ്ട് വിളിച്ച ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ. ശത്രുക്കിനെയും മേശക്കിനെയും അബൂദിനെയും എരിയുന്ന തീയിലേക്ക് കൊണ്ടയിട്ടവർ വരെ പൊള്ളലേറ്റ് ചത്തു വീണു. എന്നാൽ ദൈവഭക്തന്മാർ തീച്ചുളയുടെ നടുവിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ കർത്താവ് അവരുടെ മധ്യ ഇറങ്ങി വന്നു. അവർ മരിച്ചു പോകേണ്ട സ്ഥാനത്ത് എന്താ പറയുന്നത്? അവർ ഉണർന്നിരുന്നു. തീക്കകത്തും ദൈവം അവരെ ഉണർത്തിയെങ്കിൽ തീക്കനൽ പോലുള്ള പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ നാം മറന്നു പോകാതെ, ആ അഭിഷേകത്തിന്റെ ശക്തി എന്ത് നമ്മൾ മറന്നു പോകാതെ ദൈവിക ശുശ്രൂഷയിൽ അതിശക്തമായി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അഗ്നിജ്വാലകൾക്ക് നമ്മളെ വിഴുങ്ങുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. സിംഹക്കുഴിയിലിട്ടാലും അവിടെ നിന്നും നമ്മളെ തകർത്ത് കളയുവാൻ സാധ്യമല്ല. ദാവീദ് വിളിച്ചു പറഞ്ഞതുപോലെ ഞാൻ ഉണർന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പറയാൻ കഴിയുമോ? ഞാൻ ഇന്ന് ഉണർന്നിരിക്കുകയാണ്, ഞാൻ തളർന്നു പോയിട്ടില്ല. ജീവിതത്തിന്റെ മേഖലകളില് പ്രശ്നങ്ങൾ വരുമ്പോൾ നിൽക്കുമോ ഇല്ലയോ എന്നുള്ള ചിന്തകൾ ജീവിതത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും എന്റെ ജീവിതത്തില് നമ്മള് ഈ സഭാ ശുശ്രൂഷയിലേക്ക് കയറിയപ്പോ എനിക്ക് ആദ്യം തന്നെ അറിയായിരുന്നു ഈ സഭയിൽ വലിയ വരുമാനമൊന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ ജീവിതത്തില് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മുമ്പോട്ട് പോകും. ഞാൻ ഒരു കാര്യം ചെയ്ത് ജോലിയും ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ സഭാ ശുശ്രൂഷ ചെയ്യുന്നുള്ളത്. അപ്പൊ അതിനകത്തുനിന്ന് വേറൊരു സത്യം കൂടെ ദൈവം എന്നെ വെളിപ്പെടുത്തി പറഞ്ഞു, കാണിച്ചു. നമുക്ക് കുറച്ചുകൂടെ ദൈവത്തിന്റെ ഉപദേശം പറയാൻ ജോലിയും കൂടെ ചെയ്താൽ, ഞാൻ നിങ്ങളെ അങ്ങനെ പ്രേരിപ്പിക്കല്ല, നമ്മുടെ കയ്യിൽ വേറൊരു വരുമാനം ഉണ്ടെങ്കിൽ വിശ്വാസികളുടെ ഉപദേശം പറയുന്നതിൽ ഒരു ദാക്ഷിണ്യം ഉണ്ടാകത്തില്ല. അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ടാണെങ്കിൽ അവരെന്ത് ചെയ്യാം? ബസ് നമ്മളത് മേടിച്ചോണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ നമ്മളോട് പറയും, അല്ലെ? ചിട്ട വരുന്നവരുണ്ടോ? പറഞ്ഞതിന്റെ സാരം എന്തെന്നറിയാം? ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തെ മാത്രം ഭയന്നാ മതി. പലപ്പോഴും കുടുംബത്തിന്റെ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് പലരും സഭയിൽ എന്താണ് വലിയ ഉപദേശമൊന്നും പറയാൻ കഴിയാതെ ഇരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ ഒന്നുമില്ല, ഒരു മൈൻഡും കാണത്തില്ല. നമ്മുടെ സ്തോത്രകാഴ്ച വരെ എന്ത് ചെയ്യും? കുറയും.
പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ദൈവം എന്നോട് സംസാരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പാസ്റ്റർ വിശ്വാസിയോടുള്ള വൈരാഗ്യം തീർക്കാനാണെന്നാണ് പലരും വിശ്വാസികൾ ചിന്തിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് പിശാച് പല തന്ത്രങ്ങൾ മെനഞ്ഞു നമ്മളെ തളർത്തി, നമ്മുടെ തലമുറയുടെ മേൽ രോഗമിട്ടുകൊണ്ട്, നമ്മുടെ അപ്പനമ്മമാർക്ക് രോഗമിട്ടുകൊണ്ട്, വേണ്ടവണ്ണം പ്രവർത്തിക്കാൻ കഴിയാതെ സാമ്പത്തികമായ തകർച്ചകളും കുടുംബ തകർച്ചകളും ലോകത്തിൻ്റെതായ മോഹങ്ങളും നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ മാടി വിളിക്കും. എന്നാൽ കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്, നമ്മൾ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? സ്തോത്രം. ഇന്നെന്റെ വാക്കുകളെ ഞാൻ നിർത്തുകയാണ്. ആ വിധിപ്രകാരം പറയുന്നത്, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയാൽ. കർത്താവിന്റെ കരങ്ങളിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവ് താങ്ങിയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഉണർന്നിരിക്കുന്നത്. നമുക്ക് സമൂഹത്തിൽ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും നിറഞ്ഞ ഒരു ദൈവദാസിയായിട്ടായിരിക്കാം നമ്മൾ ഇപ്പോഴായിരിക്കുന്നത്. എന്നാൽ നമ്മൾ അതിൽ ഭാരപ്പെടണ്ട. നമ്മുടെ കർത്താവ് നമ്മളെ താങ്ങുന്ന കർത്താവാണ്. നമ്മൾ തളർന്നു പോകുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നാലും നമ്മുടെ കൈക്ക് പിടിച്ച് അവൻ നമ്മളെ മേളിലേക്ക്, നീ തളർന്നു പോകരുത്, ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു കർത്താവാണ്. നമ്മുടെ നല്ല ശുശ്രൂഷ, നമ്മുടെ നല്ല പാസ്റ്ററായി അല്ലെങ്കിൽ നല്ല ദൈവദാസനായി വരണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം താങ്ങുന്നത് കൊണ്ടാണ് നാം ഇന്നും ഉണർന്നിരിക്കുന്നത്. അത് ലോകപ്രകാരം നോക്കിയാലും ഇന്ന് നമ്മൾ കിടക്കുന്നു. പ്രഭാതത്തിൽ എത്രയോ പേര് ഭാര്യയുടെ കൂടെ കിടന്ന ആ ഭർത്താവ് തന്റെ ജീവൻ നഷ്ടപ്പെടും. ഭർത്താവിന്റെ കൂടെ കിടന്ന ഭാര്യ ഭർത്താവ് പോലും അറിയാതെ ജീവിതം മാഞ്ഞു പോകുമ്പോൾ, ചേതനയേറ്റ ശരീരങ്ങളായി മാറിപ്പോകുമ്പോൾ, ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷിക്കാൻ ഒരു വകയും കൂടെ ഉണ്ട്. നമുക്ക് നാളത്തെ പ്രഭാതം കാണാൻ പറ്റിയെങ്കിൽ ദൈവം നമ്മളെ താങ്ങിയത് കൊണ്ടാണ്. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വിളിയും ആ അഭിഷേകത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കരുതലും മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. സ്തോത്രം. കേൾപ്പിച്ച നല്ല വചനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവനെ താങ്ങുകയാൽ ഉണർന്നിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, യഹോവനെ താങ്ങുകയാൽ ഉണർന്നിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. ബഹുമാന ദേവദാസനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രതിസന്ധികളുടെ നടുവിൽ, എതിർപ്പുകളുടെ നടുവിൽ, ഭീഷണിയുടെ നടുവിൽ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് ഉറങ്ങാൻ കഴിയത്തില്ല, സുഖമായിട്ട് ഉറങ്ങാൻ കഴിയത്തില്ല. ഒരു പ്രശ്നമില്ലാതിപ്പോൾ പലർക്കും രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ചില ശാരീരിക പലവിധമാകുന്ന വിഷയങ്ങൾ ഓർക്കുമ്പോൾ സ്വാഭാവികമാണ്, മനസ്സും ശരീരവും ഒന്നും അനുവദിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ സമാധാനത്തോടെ ഉറങ്ങാൻ ഒരുവിന് കഴിഞ്ഞത് ദൈവാശ്രയം കൊണ്ടാണ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ ലഭിച്ച ഒരു ദൈവിക സമാധാനമുണ്ട്, ദൈവിക സന്തോഷമുണ്ട്. പത്രോസിനെ നമുക്ക് നോക്കിയാൽ 2 ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് പടയാളികളുടെ നടുവിൽ സൂപ്പറായിട്ട് പത്രോസ് കിടന്നുറങ്ങി. എങ്ങനെ ഉറങ്ങാൻ പറ്റി? അതിന് തൊട്ടടുത്ത ദിവസമാണ് യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നത്. അടുത്തത് പത്രോസാണ്. എങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു? ഉറങ്ങാൻ കഴിഞ്ഞത്
സ്തോത്രം. ദൈവാശ്രയം ഉള്ളത് കൊണ്ടാണ്. പത്രോസിനറിയാം യാക്കോബിന്റെ ശുശ്രൂഷ കഴിഞ്ഞായിരിക്കാം, പക്ഷെ എന്റെ ശുശ്രൂഷ കഴിഞ്ഞിട്ടില്ല. ദാവീദിനറിയാം, ആമേൻ, എനിക്കെതിരെ എന്റെ മകൻ തിരിഞ്ഞാലും, ഒരു സൈന്യം തിരിഞ്ഞാലും, എന്റെ നേരെ പാളം ഇറങ്ങിയാലും എന്റെ ഉറക്കത്തിന് കുഴപ്പം വരത്തില്ല. കാരണം എന്നെ നിർഭയം വർഷിപ്പിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നെ സൂക്ഷിക്കുന്ന, എന്നെ ഭയം കൂടാതെ നിർഭയം വസിപ്പിക്കുമാറാക്കുന്ന ഒരു സർവശക്തന്റെ സാന്നിധ്യത്തിന്റെ കീഴിലാണ് ഞാൻ കിടക്കുന്നതെങ്കിൽ ഒരു സിംഹത്തിനും ഒരു കരടിക്കും ഒരു സൈന്യത്തിനും ആമേൻ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്പം വിഷമിപ്പിക്കാൻ കഴിയും, കുറച്ച് കാട്ടിക്കൂടെ പാറക്കൂടെ ഗുഹയിലൂടെ എല്ലാം ഓടിക്കാൻ കഴിയും. പക്ഷെ ഒടുവിൽ ഒടുവിൽ ആമേൻ രാജസ്ഥാനത്ത് ഒരു രാജാവായി കാട്ടിൽ കിടന്ന ആരും അറിയാത്ത പലപ്പോഴും ഉറക്കം നഷ്ടപ്പെട്ട, പലപ്പോഴും ഭയപ്പെട്ടു പോയ ഒത്തിരി സാഹചര്യങ്ങളിലും ഒക്കെ കടന്നുപോയെങ്കിലും അവിടെയെല്ലാം ദൈവത്തിന്റെ കരുതലുകൾ അനുഭവിച്ച സങ്കീർത്തനക്കാരനെയാണ് നമ്മളും കേട്ടത്. സുഖമായി തുടങ്ങി നല്ല പ്രഭാതം കൊണ്ട് ഉണർന്നു, മറ്റൊന്നും കൊണ്ടല്ല. യഹോവയുടെ വഴികൾ എത്രയധികം പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അങ്ങനെയുള്ളവർ നടുവിൽ ഉറങ്ങാൻ കഴിഞ്ഞത് ദൈവാശ്രയമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജനീഷ് വാക്ക് പ്രാർത്ഥിച്ച് ആസ്വദിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ രാത്രിക്ക് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്ന ഒരിക്കൽ കൂടെ പ്ലസ് മിനിയുടെ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഞായറാഴ്ചയുടെ രാത്രിയിൽ കർത്താവെ കൂട്ടായ്മ ആചരിപ്പാൻ സാവകാശം നൽകിയത് ദൈവത്തിന് സ്തോത്രം. ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ കേൾപ്പിച്ച നല്ല ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് പ്രിയ ദൈവദാസനെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ബിന്നു രാജക്കാട് ദൈവദാസന് നല്ല ശുശ്രൂഷ മേഖലകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകി കൊടുത്തിരിക്കുന്ന കുടുംബം, കർത്താവെ ദൈവം നൽകി കൊടുത്തിരിക്കുന്ന വിശ്വാസികൾ, ആ ദേശത്ത് കർത്താവിന്റെ മുഖത്ത് ശുശ്രൂഷ ശക്തിയോട് ചെയ്തെടുപ്പാൻ തന്നെ ദൈവം തന്നെ സഹായിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതിനായി സ്തോത്രം. ഞങ്ങൾ കേട്ട വചനം പോലെ ഞാൻ കിടന്നുറങ്ങി യഹോവയെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു എന്ന വചനപ്രകാരം കർത്താവെ ഞങ്ങൾ പലപ്പോഴും നിർഭയമായിരിക്കുന്നത് ഞങ്ങൾ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് സഹായമായി തീരുന്നത്, ഞങ്ങൾക്ക് വേണ്ടി മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി വ്യാപക ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ സംരക്ഷണം ചെയ്യുന്ന ദൈവത്തിന്റെ അത്ഭുതമാർന്ന സാന്നിധ്യം കൊണ്ടാണ് കർത്താവെ രാത്രിയിൽ നോർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. തിരുവചനം ഞങ്ങൾ വായിക്കുന്ന ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങയില്ല, ഉറങ്ങുകയുമില്ല, അവന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണലെന്ന വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്ന നാഥ, അവിടുത്തെ താങ്ങും തണലും ഞങ്ങൾക്ക് എന്നും ആശ്രയമായിരിക്കേണ്ടതിന് ആ ദൈവകരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അതാണ് ഞങ്ങളുടെ ബലം. ഞങ്ങളുടെ ശുശ്രൂഷയിൽ, ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലൊക്കെയും ഞങ്ങൾക്ക് തണലായി ഇരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് നന്ദി പറയും. നീ ഞങ്ങൾ ധൈര്യത്തോടെ സോഷ്യൽ മുന്നേറുവാൻ ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. ഒരിക്കൽ കൂടെ കർത്താവെ പ്ലസ് മീഡിയയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരെ ഒക്കെ ദൈവം അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ ശരീരം കൊണ്ട് കർത്താവ് ദൂരസ്ഥരെങ്കിലും ആത്മാവിൽ ഒരുമിച്ചായിരിക്കാൻ രാത്രിയിൽ സാവകാശം നൽകിയല്ലോ. അടുത്ത ദിവസങ്ങളിലൊക്കെ ദൈവം ഒരുമിച്ച് വീണ്ടും കർത്താവെ ഈ പ്ലസ് മീഡിയയിൽ കൂടുവാനും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും ഒരുമിച്ച് ആരാധന പങ്കിടാനും കൂട്ടായ്മ ആചരിപ്പാനും ഞങ്ങളെ സഹായിക്കും. എല്ലാറ്റിനും സ്തോത്രം ചൊല്ലുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദൈവം കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മളെ അനുദിനം ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കാവലും കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടുകൂടിയും തന്നെ പ്ലസ് മീഡിയ എല്ലാ പ്രവർത്തനങ്ങളോടുകൂടിയും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിന്റെ പ്രത്യേകാശ വരെ ഒരുരിക്കുമാറാകട്ടെ. ആമേൻ. സുമകാതരവി രാത്രിയിൽ നമുക്ക് ജയം നൽകിയ ദൈവത്തിന്റെ മഹത്വം അർപ്പണം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.